ചേട്ടാ, ഈ പാർത്ഥസാരഥി സാറുണ്ടോ? ഉണ്ടല്ലോ. എന്താ കാര്യം? ഞാനേ പുള്ളിയുടെ പൂനെയിലുള്ള ബന്ധുവിന്റെ അടുത്തുനിന്ന് വരുക. ഈ സ്വീറ്റ്സ് ഒന്ന് കൊടുക്കണം, ഒന്ന് സംസാരിക്കണം. ചോദിച്ചിട്ട് വരാം. ആ ശരി. ആ സാർ ചെല്ലാൻ പറ. താങ്ക് യു. സാർ, ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഞാൻ ഇത് സാറിനൊന്ന് തരാൻ വേണ്ടി വന്ന എന്തായത്? സ്വീറ്റ്സ് ആണ് സാർ. നമ്മുടെ പൂനെയിലെ സീതാറാം സ്വീറ്റ്സ് എന്ന് മേടിച്ചതാ. സാർ ഇതൊന്ന് കഴിച്ചു നോക്കി പ്ലീസ്. എങ്ങനെയുണ്ട്? കൊള്ളാം. നല്ല നെയ്യിലുണ്ടാക്കിയതാ. സാറൊരു ഭക്ഷണപ്രിയനാന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ തന്നെ അവിടെ പോയി പ്രത്യേകം പറഞ്ഞുണ്ടാക്കിച്ചതാ. താങ്ക് യു சார். அவர் ஐடென்டிஃபை பண்ணியாச்சு, பட் ஆல் மிஸ்ஸிங். ഓഫീസിലും വീട്ടിലും എല്ലാം பார்த்தோம், കിടക്കില്ല. സർ, ലോക്കൽ പോലീസിനോട് കൃത്യമായിട്ട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എവിടെ വെച്ച് കണ്ടാലും അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. എയർപോർട്ടിൽ ഇമിഗ്രേഷനിൽ അയാളുടെ പാസ്പോർട്ട് നമ്പർ കൊടുക്കുക. അതുപോലെ ലുക്കൗട്ട് നോട്ടീസ് ഇടാൻ പറയാം. ചെയ്യാം സർ. சார், டீட்டெயில்ஸ் எல்லாம் இந்த ஃபைலில் இருக்கு. ദേവരാജ് പി കെ. തിരുവല്ലയിൽ ജനിച്ച താൻ കഴിഞ്ഞ 10 വർഷമായി പൂനെയിലാണ്. എടുത്തു പറയത്തക്ക ബിസിനസ്സോ ജോലിയോ ഒന്നുമില്ല. ബിസിനസ് ഒക്കെ ഒരു ഇവർ പേരിൽ 2 ചെക്ക് കേസ് വേറെ ഇருக்கு. സർ, ഇയാൾ 3 വർഷമായിട്ട് ഒരു ഇടത്തര അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. അങ്ങനെ പറയത്തക്ക ഇൻകൊന്നും ഇയാക്കില്ല. അപ്പൊ ഇത്ര പെട്ടെന്ന് എങ്ങനെയാ ദേവരാജ ഇതിന് മാത്രം കാശ് തന്റെ വന്നേ? പെട്ടെന്നൊന്നും അല്ല സാറേ. കുറെ കാലത്തെ ബന്ധങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഞാനൊരു ഇടത്തരക്കാരനാ. പലതരം ബിസിനസ്സും ചെയ്തു നോക്കും, ഒന്നും ഗതി പിടിച്ചില്ല. ഏത് ബിസിനസ്സുകാരനാ സാറേ ഒരു ചെക്ക് കേസെങ്കിലും ഇല്ലാത്തത്? ഇപ്പം പലരുടെയും കൈയും കാലും പിടിച്ചിട്ടാണ് കുറച്ച് ഫണ്ട് അറേഞ്ച് ചെയ്ത് പുതിയൊരു ബിസിനസ് ഡീൽ ഉണ്ടാക്കിയത്. അന്നേരമാണ് ഇൻകം ടാക്സിൻ്റെ വക ഫണ്ടെല്ലാം ഫ്രീസ് ചെയ്തെന്നുള്ള അറിയിപ്പ് വന്നു. അതിനെപ്പറ്റി അന്വേഷിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോഴാണ് നിങ്ങളെല്ലാം കൂടെ പിടിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത്. ഞാൻ എന്ത് തെറ്റാ സാറേ ചെയ്ത്? എന്താ പ്രശ്നമെന്നെങ്കിലും എന്നോട് പറ. ഒരു പ്രശ്നമില്ലാതെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ ദേവരാജ? തനിക്കൊരു ഉടുപ്പി ഗ്രാമീൺ ബാങ്ക് അറിയാം? അറിയാം. സജീവ സർ. ഈയുടെ അറസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. സർ, എന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളൂ ഒന്ന് കേക്ക്. ഇതെന്റെ ജീവിതമാ സാറേ. ഇനി അതിനൊന്നും സമയമില്ലടോ. സാറേ ഒന്ന് കേക്ക് സാറേ പ്ലീസ്. Your name? Vishnu Govind. നന്ദു നാരായണൻ. ചാക്കോ സേവ്യർ. Rahim. ലക്ഷ്മി ശങ്കർ. മുഹമ്മദ് അഫ്സൽ റഹ്മാൻ. കൃഷ്ണകുമാർ. നവ്യശ്രീ അനസ്. മഹേഷ് പി ടി. ഇത് ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന്റെ സോണൽ മാനേജർ വിജയ്. ഞാൻ സാറിന്റെ അസിസ്റ്റന്റ് ആണ് ശിവകുമാർ. നമ്മുടെ കർണാടക സൗത്ത് സോണും കേരള സോണും സാറിന്റെ കൺട്രോളിലായിരിക്കും. യു ആർ കമ്മിങ് ഫ്രം കണ്ണൂർ, ആലപ്പുഴ, കോട്ടയത്താ. മഞ്ചേരി. കൊല്ലം. പാലക്കാട്, തൃശൂർ. കോഴിക്കോട്. വാട്ട് ഈസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ? എം.കോം ആണ് സർ. ഡിഗ്രി. ബി.കോം. BA വരെ പഠിച്ചിട്ടുണ്ട് സർ. BA ഡിഗ്രി, പ്രീ ഡിഗ്രി. ഈ മേഖലയിൽ മുൻപരിചയമുണ്ടോ? ഇല്ല, ഞാനൊരു പ്രൈവറ്റ് ഫിനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, സേലത്ത്. ഇല്ല. ഉടുപ്പി ഗ്രാമീൺ ബാങ്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം? കർണാടകയിൽ ബാംഗ്ലൂരാണ് ഹെഡ് ഓഫീസ്. 2004 ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ആസെറ്റ്സ് 600 crores. സർ, സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ബാങ്കാണ് ഉടുപ്പി ഗ്രാമീൺ ബാങ്ക് നമ്മുടെ കേരളത്തിൽ തുടങ്ങുന്നത് 3 ബ്രാഞ്ചുകളാണ്. ദ ഫസ്റ്റ് വൺ ഈസ് അറ്റ് കാസർഗോഡ്, ബേഡകം. ഇൻ കേസ് ഇഫ് വി ആർ അപ്പോയിന്റിംഗ് യു, ഈ ബാങ്കിന്റെ വളർച്ചയെ നിങ്ങൾ എങ്ങനെ സഹായിക്കും? ബാങ്കിന്റെ അസറ്റ് വർദ്ധിപ്പിക്കും.
സർ ഇൻ നെക്സ്റ്റ് 5 years ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന്റെ ഏറ്റവും മികച്ച ബ്രാഞ്ച് ഇതായിരിക്കും. എൻ്റെ എക്സ്പീരിയൻസും നോളജും വെച്ചിട്ട് എനിക്ക് സാധിക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. അവിടുത്തെ നാട്ടുകാരുടെ സമ്പാദ്യശീലവും ബാങ്കിന്റെ വളർച്ചയും ഒരുമിച്ചായിരിക്കും. ഒരുത്തനും കടം കൊടുക്കരുത്. കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടത്തില്ല. അതുകൊണ്ട് പരമാവധി കാശ് മേടിച്ച് നമ്മുടെ ബാങ്കിൽ നിറയ്ക്കണം. ഞാൻ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ബാങ്കിന്റെ വളർച്ചയും വേഗത്തിലായിരിക്കും. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സർ. മോളെ റാണി ഇത് ആടെ എല്ലാവർക്കും കൊടുക്കുന്നേ. കൊടുക്കുമോളെ പോലെ എല്ലായിടത്തും ഞാൻ തന്നെ എത്തണമെന്ന് വെച്ചാൽ എന്താക്കല്. ചന്ദ്ര ഏ ബാബു ഈ നാരങ്ങളും കുടിക്ക്, ഞാൻ ഇപ്പൊ ചന്ദ്ര അഞ്ഞിപ്പോ പോകുന്നുണ്ടോ? സതേ കാസെടുക്ക. എനിക്ക് കുറച്ചും കൂടി സമയം തരണം. കളിക്കല്ലേ, മര്യാദയ്ക്ക് പോയി കാശ് എടുത്തിട്ട് വന്നേ. നീ 2 മാസത്തെ പലിശ തന്നിട്ടില്ല. ഓളെ കുഞ്ഞിന്റെ ചികിത്സാ ചെലവ് നടത്തുന്നതിനെ നാട്ടുകാർ സഹായിച്ചിട്ടാണ്. ഈ സമയത്ത് ഓളെ ബുദ്ധിമുട്ടിച്ച് കാശ് വാങ്ങുന്നത് അത് കുറച്ച് കടന്ന കൈ തന്നെപ്പാ. ഇതൊക്കെ നിങ്ങൾ ബട്ടിനോട് പോയി പറയൂ. ഇല്ലല്ലോ, എനക്ക് ശമ്പളം തരുന്നതേ പ്രസിഡന്റ് അല്ല, ബട്ടാണ്. ദേ മര്യാദയ്ക്ക് പോയി കാശ് എടുത്തോണ്ട് വാ, ഇല്ലെങ്കിൽ ബട്ടിങ്ങോട്ട് വരും. അത് വേണോ? വേണ്ട ഭാസ്കര, ആ തെയ്യം നടത്തിയതിന്റെ ബാക്കി കാശ് ബാക്കി കണക്ക് നോക്കിയില്ല. അത് വയ്യ നോക്കാൻ. ആദ്യം പ്രസിഡന്റ് അത് മുഴുവൻ വേണം. കൊണ്ടു നിന്റെ പട്ടിന്. പ്രസിഡന്റ്, ഓ നമ്മൾ പറഞ്ഞില്ലേ ബാങ്കിന്റെ ആൾക്കാർ, ഇത് മാനേജർ കൃഷ്ണകുമാർ സാർ. രാഘവ, നിന്റെ പട്ടിനോട് പോയി പറയും ഇനി ഇതേപോലെ പലിശ കിലിശ എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്താൻ പറ്റൂല. നമ്മുടെ നാട്ടിൽ പുതിയ ബാങ്ക് വരികയാണ്, അതിന്റെ ആൾക്കാരാണ് ഇവര്. പ്രശ്നമല്ലുണ്ടോ പ്രസിഡന്റ്? ഏയ്, ഇതൊക്കെ കാലങ്ങളായിട്ടുള്ള ഒരു പ്രശ്ന. അവിടെ ഇനി നിങ്ങൾ വേണം ഈ നാട്ടിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ. അപ്പൊ എന്നാ ബാങ്കിന്റെ ഉദ്ഘാടനം? തിങ്കളാഴ്ചയാണ്. എല്ലാം ഒന്ന് സെറ്റിലായിട്ട് ഞാൻ എല്ലാവരും വിളിക്കാൻ വരുന്നുണ്ട്. ഏയ്, ഞങ്ങൾ അറിഞ്ഞാൽ മതി. അത് ഈ നാട്ടുകാർ മൊത്തം അറിയും. അന്നേ ദിവസം എല്ലാവരും അവിടെ ഉണ്ടാവും. ബാങ്ക് നിങ്ങളാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിലും അതിനിപ്പോ നാട്ടുകാരുടെ കൂടെ ബാങ്ക് ആണല്ലോ. സാറേ, വിഷ്ണു എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ടാണ്. എന്ന് വെച്ച് ഈ ഉടുപ്പി ഗ്രാമീൺ ബാങ്കിൻ്റെ ബോർഡ് പോലും ഞാൻ കണ്ടിട്ടില്ല. ഈ ബേടകം എന്ന സ്ഥലം എവിടാന്ന് പോലും എനിക്ക് അറിയത്തുമില്ല. ഈ ബേടകം കാസർഗോഡ് സിറ്റിയിൽ നിന്ന് 40 കിലോമീറ്റർ ദൂരമുള്ളൊരു ഗ്രാമം അല്ലടോ. ആദ്യം നിനക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നീ എന്നോട് പറ. നീ ഇവിടെ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അത് കഴിഞ്ഞ് ഞാൻ പറയാം. ഹലോ. ഹലോ, ഞാൻ ലക്ഷ്മി. പേരെന്താണ്? വിഷ്ണു. ആ, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ? അവരെന്തോ സാധനം മേടിക്കാൻ പുറത്തു പോയതാ, ഇപ്പൊ വരും. ഫോംസും ലീഫ്ലെറ്റ്സും പിന്നെ ക്യാഷ് സ്ലിപ്പും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. ഓക്കെ സാർ, അതൊക്കെ ഞാൻ ചെയ്തേക്കാം. വിഷ്ണു, ഓക്കെ ഓക്കെ ഓക്കെ. കാഷ്യർ കൃഷ്ണകുമാർ, ബ്രാഞ്ച് മാനേജറാണ്. വിഷ്ണു ഇതിനു മുമ്പ് ഏത് ബാങ്കിലാണ് വർക്ക് ചെയ്തിരുന്നത്? ഇതിന്റെ അകത്ത് പോസ്റ്റിംഗ് സാർ. ഓ, ഫസ്റ്റ് ആണല്ലേ? അപ്പോൾ എല്ലാവരുടെയും ഫസ്റ്റ് ബാങ്ക് എക്സ്പീരിയൻസ് ആണല്ലേ? അതെ സാർ. ഓക്കെ. അപ്പോഴേ ഉദ്ഘാടനത്തിന് നാട്ടുകാർ വരുമ്പോൾ നമ്മൾ വളരെ മാന്യമായിട്ട് വേണം പെരുമാറാൻ. ഇത് അവരുടെ ബാങ്ക് ആണെന്നുള്ള ഫീൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, ആ ഒരു വിശ്വാസത്തിലാണ് നമ്മുടെ ബാങ്കിന്റെ വളർച്ച ഇരിക്കുന്നത്. അക്കാര്യം ഞങ്ങൾ ഏറ്റ് അല്ലേ? ഓക്കെ. വിഷ്ണു, നമ്മുടെ ഈ ചെക്ക് ബുക്സ് എത്ര ഉണ്ടായിരുന്നു? നോക്കണം സാർ. കൗണ്ട് ഒന്ന് എടുക്കണേ. ഓക്കെ, ശരി. സാർ, ഈ വിഡ്രോവൽ സ്ലിപ്പ് അങ്ങോട്ട് വെക്കട്ടെ? വിഡ്രോവൽ സ്ലിപ്പ് അങ്ങോട്ട് വെച്ചോളൂ. ഒരു പെനും കൂടെ വെച്ചോളേ. ഓക്കെ. നമ്മുടെ ഹെഡ് ഓഫീസിൽ വന്ന ബോക്സിൽ CDs ഉണ്ടല്ലോ. CD യോ? ഏത് പടത്തിന്റെ? ഞാൻ ആ പെട്ടിയിൽ പേപ്പർ മാത്രമല്ലേ കണ്ടുള്ളൂ. MP3 ആണോ സാർ? CDs എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്. നമ്മളോട് ഡെപ്പോസിറ്റ് സ്വീകരിക്കില്ലേ, നമ്മൾ അതിനൊരു രസീത് കൊടുക്കുമല്ലോ, അതാണ് CDs. റഹീം പേരിന് പോലും ബാങ്കിലൊന്നും കയറിയിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ പറയരുത് സാർ.
ബാങ്കിങ് പ്രവർത്തനങ്ങൾ എളുപ്പത്തിൽ. ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ തരാട്ടാ. സാറേ ഈ ചായം കടി മേടിക്കുന്നത് ഞാനിതൊക്കെ പഠിക്കേണ്ട കാര്യമുണ്ടോന്നേ? ചാക്കോ, നമ്മൾ ചായക്കടയാണ് നടത്തുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇത് ബാങ്കാണല്ലോ, അതും point. അപ്പൊ നമ്മളിതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. നാട്ടുകാരൊക്കെ വന്നു കൂടുന്നു, പ്രസിഡന്റ് ഇപ്പൊ വരും. നിങ്ങളൊന്ന് റഷ് കേട്ടോ പ്ലീസ്. പ്ലീസ്. ശരി സാർ. കേട്ടോ. ഓക്കെ. വിഷു നമ്മുടെ ലീഗ് ആ മൂലക്കിലേക്ക് അടുപ്പിച്ചു. ചാക്കോ ഇതൊക്കെ എപ്പോഴാണോ കൊണ്ടിടുന്നത്? ഇതിങ്ങനെ ഊതിക്കൊണ്ടിരിക്കാതെ പെട്ടെന്ന് തൂക്ക്. മിസ്റ്റർ കൃഷ്ണകുമാർ, ഇതുപോലൊരു പരിപാടി നടക്കുമ്പോ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം അറിഞ്ഞൂടെ? അത് സാർ തിരക്കിനിടയിൽ വിട്ടുപോയായിരുന്നു. എത്ര തിരക്കാണേലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിട്ടുപോകാൻ പാടുണ്ടോ കൃഷ്ണകുമാറെ? സാർ എൻ്റെ പേരെങ്ങനെ? തൻ്റെ മാത്രമല്ല, ചാക്കോ, റഹീം, ലക്ഷ്മി, വിഷ്ണു എല്ലാവരെയും എനിക്കറിയാം. പോലീസിലല്ലട പണി. എന്നുവെച്ചാൽ നിങ്ങളാരും ടെൻഷൻ ആവുമൊന്നും വേണ്ട. ഈ നാടും നാട്ടുകാരും എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവരാ. അതുകൊണ്ടല്ലേ നിങ്ങൾ വിളിച്ചാലും ഇല്ലെങ്കിലും ഞാനിങ്ങോട്ട് വന്നേ. നമ്മുടെ നാട്ടിലെ ആയുധ ബാങ്കല്ലേ. എന്താ ഗോപി, പ്രസിഡന്റ് എത്തിയില്ലേ? വന്നിന്, ഞാൻ വിളിക്കാം. ആ, എന്നാ പിന്നെ താമസിക്കണ്ട, തുടങ്ങുമല്ലേ? തുടങ്ങാം സാർ. വിഷു നമസ്കാരം പ്രസിഡന്റ്. എല്ലാരും ആദ്യമൊക്കെ വിളിക്കുന്നു. വാ, തുടങ്ങാനായി. വാ. നമ്മുടെ നാട്ടിലെ ആദ്യത്തെ ബാങ്ക് കത്ത് കൊടുത്തേ.